മമ്മൂട്ടിക്ക് 100 കോടി ഉണ്ടോ, മമ്മൂട്ടിക്ക് 100 കോടി ഉണ്ടോ, മമ്മൂട്ടി 100 കോടി ഉണ്ടോ എന്നുള്ള ചർച്ചയാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് ഇതാ 100 കോടി അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ പാട്രിയറ്റ് ഇതാ 100 കോടി അടിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഇനി ആർക്കും എന്ത് വേണ്ട, ആ പരാതി നിരാശം വേണ്ട. എന്ത്, മമ്മൂട്ടിക്ക് 100 കോടി ഇല്ല, മമ്മൂട്ടിക്ക് 100 കോടി ഇല്ല എന്നുള്ള ആ പരാതിയും വേണ്ട, ആ നിരാശയും വേണ്ട. സംഭവം വേറൊന്നല്ല, പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ പുതിയ റിലീസായ മമ്മൂക്കാടി അതുപോലെ തന്നെ ലാലേട്ടൻ ക്യാമിയോളായി വന്ന സൂപ്പർ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മൂവി. മലയാളക്കര ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള മേക്കിങ്ങും ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള കഥകളും കഥാപാത്രങ്ങളുമായിട്ട് ഇതാ പ്രദർശനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സിനിമ 100 കോടി അടിക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോ പരാതിയും കാര്യങ്ങളായിട്ട് മമ്മൂട്ടിക്ക് 100 ഉണ്ടോ, മമ്മൂട്ടിക്ക് 100 ഉണ്ടോ എന്നുള്ള ആ ചോദ്യത്തിന് ഇനി പ്രസക്തി ഇല്ലാതാവാൻ വേണ്ടി പോവാണ്. അപ്പോ മഹേഷ് നാരായണന്റെ സിനിമയാണ് ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ സിനിമക്ക് നെഗറ്റീവ് റിവ്യൂസും പോസിറ്റീവ് റിവ്യൂസും സമ്മിശ്ര പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കണം. അപ്പോ ഈ 100 ഉണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഇവിടെ എന്തില്ല, പ്രസക്തി ഇല്ലാതായിരിക്കുകയാണ്. സിനിമ വമ്പ ഹിറ്റ് എന്ന് പറഞ്ഞാൽ വമ്പ ഹിറ്റാണ്. മലയാളത്തിന്റെ താരരാജാക്കന്മാരാണ് അണിനിരന്നിട്ടുള്ളത്. അതായത് മലയാളത്തിലെ താരരാജാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ലാലേട്ടനും മമ്മൂക്കി. അപ്പോ ലാലേട്ടനും മമ്മൂക്കി അതിഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമയാണ് പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ആ സിനിമയുടെ കളക്ഷൻ ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ട് സിനിമയെ പലരും തളർത്താൻ നോക്കി, പല കൊമ്പന്മാരും തളർത്താൻ നോക്കിയെങ്കിലും സിനിമ എന്താണ്, വൻ ഹിറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വൻ ഹിറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഇപ്പൊ 100 കോടി അടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സിനിമ 100 കോടിക്ക് അടിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ആരാധകർ ഗംഭീര ആഹ്ലാദ പ്രകടനം നടത്തുന്നുള്ള യാതൊരുവിധ സംശയവും ഇല്ല. കാരണം മമ്മൂക്കാക്ക് ഇതുവരെ 100 കോടി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം കളങ്കാവിൽ 100 കോടി അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ വമ്പ ഹിറ്റായെങ്കിലും അതിന്റെ സമവാക്യം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. 6 കൊണ്ട് 100 എന്ന ഒരു സമവാക്യമാണ് ഈ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിരുന്നത്. അതായത് 6 കോടി കൊണ്ട് 100 കോടി എന്നൊരു സമവാക്യം, ഒരു സിദ്ധാന്തം എന്നൊക്കെ പറയില്ല. അപ്പൊ ആ ഒരു സമവാക്യത്തിൽ നമുക്ക് കളങ്കാവിൽ 100 കോടി ഈ തിയേറ്റർ കളക്ഷൻ നേടാൻ സാധിച്ചില്ല. പക്ഷെ ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ എന്തായാലും 100 കോടി അടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം സിനിമ അത്രയും ഗംഭീര പെർഫോമൻസ് ആണ്, അത്രയും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററൊക്കെ പൂരപ്പറമ്പാക്കി എന്നൊക്കെ പറയണ പോലെ തിയേറ്ററൊക്കെ പൂരപ്പറമ്പായി, ആവേശം വാനോളം എന്നൊക്കെ പറയണ പോലെ ഒരു ഉത്സവമായിട്ടാണ് മലയാളികൾ ഈ പാട്രിയറ്റിനെ വരവേറ്റത്. അതായത് ബുക്കിംഗ് ആപ്പുകളൊക്കെ നിശ്ചലമായി നിഷ്പ്രഭമായി എന്നൊക്കെയാണ് ന്യൂസിൽ വന്നിരുന്നത്. അത്രയും എന്തുണ്ടായിരുന്നു, ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സിനിമ വമ്പ ഹിറ്റായി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമക്ക് നെഗറ്റീവ് റിവ്യൂസ് വന്നെങ്കിലും അതിനെ കാര്യമായിട്ട് ബാധിച്ചില്ല. പിന്നെ അത് മാത്രമല്ല, ഓവർ ഹൈപ്പിൽ വന്ന സിനിമ അല്ലത്. ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് ആകെ അങ്ങനെ മലമറിക്കും എന്നുള്ള ലെവലിൽ വന്ന സിനിമ അല്ല. സംഭവത്തിൽ ലാലേട്ടനും മമ്മൂക്കെ ഉണ്ട്, അതൊക്കെ സംഭവം ശരിയുണ്ട്. പക്ഷെ ഒരുപാട് ഹൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ 100 കോടി അടിക്കാൻ ഇതാ ചരിത്രത്തിനറിയിക്കുക എന്ന് പറഞ്ഞ പോലെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്താണെങ്കിലും നിങ്ങൾ അറിയിക്കണം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തായാലും കുഴപ്പമില്ല. സന്തോഷം. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.